നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വി ലുക്കപ്പ് ആണ്. അതായത് വെർട്ടിക്കൽ സെർച്ച്. അതായത് നമുക്ക് ഈ ഷീറ്റിലെ ഡാറ്റേനെ നമുക്ക് വേറൊരു ഷീറ്റിനകത്തേക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കണം ഡാറ്റ. അതായത് ഐഡിന്റെ ബേസിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റും ടൈപ്പും റേറ്റും ഒക്കെ സെർച്ച് ചെയ്ത് കിട്ടുകയാണ് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഷീറ്റ് വേണ്ട നമുക്ക് റീനെയിം ചെയ്യാം. സ്റ്റോക്കും നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഷീറ്റ് എടുക്കുക, റീനെയിം ചെയ്യാം, ബില്ല് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം നമുക്ക്. ഇനി എന്ത് ചെയ്യാം, സ്റ്റോക്കിൽ വന്നിട്ട് ഐ ഡി, പ്രൊഡക്റ്റ്, ടൈപ്പും റേറ്റും സെലക്ട് ചെയ്യാം. ഹെഡിങ് സെലക്ട് ചെയ്തിട്ട് ബില്ലിൽ വരിക, പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഐഡിന്റെ താഴെ ക്ലിക്ക് ചെയ്ത് ഡാറ്റയിൽ പോയി ഡാറ്റ വാലിഡേഷൻ എടുത്ത് ഇനി വാല്യൂ എന്ത് ചെയ്യുക, ലിസ്റ്റ് ആക്കി കൊടുക്കുക. സോഴ്സിൽ വരിക, എന്നിട്ട് നേരെ സ്റ്റോക്കിൽ വരിക, ഈ ഐ ഡി മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പൊ എന്ത് ചെയ്യുക, നമുക്കിവിടെ ഐ ഡി ലിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരു ഐ ഡി ചൂസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, ഈ ഐ ഡിയുടെ ബേസിൽ നമുക്ക് ഇപ്പുറത്തെ ഷീറ്റിൽ നിന്ന്, അതായത് സ്റ്റോക്കിൻ്റെ അകത്തുള്ള ഡാറ്റ സെർച്ച് ചെയ്ത് നമുക്ക് ബില്ലിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഐ ഡി കൊടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു വി ലുക്കപ്പ് അടിക്കുക. വി ലുക്കപ്പ് ആണ് ഫംഗ്ഷൻ. എന്നിട്ട് ഐ ഡി ക്ലിക്ക് ചെയ്യുക, സ്റ്റോക്കിൽ വരിക, ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യാം, ഇപ്പൊ നമ്മൾ എത്രാമത്തെ കോളത്തിലാണ് സെർച്ച് ചെയ്യുന്നത്, രണ്ടാമത്തെ കോളല്ലേ, അതുകൊണ്ട് 2, ഫാൾസ് എക്സാക്ട് മാച്ച് ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ. അപ്പൊ നമുക്ക് ഈ ഐ ഡിന്റെ ഡാറ്റ ഇപ്പത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടൈപ്പും സെർച്ച് ചെയ്തെടുക്കുക, ഈക്വൽ ടു വി ലുക്കപ്പ്, ഐ ഡി ക്ലിക്ക് ചെയ്യുക, സ്റ്റോക്കിൽ വരിക, ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്യുക, 3 കൊടുക്കുക, കാരണം എന്താ, നമ്മൾ മൂന്നാമത്തെ കോളത്തിലാണ് സെർച്ച് ചെയ്യുന്നത്, ഫാൾസ് എക്സാക്ട് മാച്ച്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി റേറ്റ് കണ്ടുപിടിക്കുക, ഈക്വൽ ടു വി ലുക്കപ്പ്, ഐ ഡി ക്ലിക്ക് ചെയ്യുക, സ്റ്റോക്കിൽ വരിക, ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്യുക, നാലാമത്തെ കോളത്തിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് 4 ഇട്ട് കൊടുക്കുക, ഫാൾസ് എക്സാക്ട് മാച്ച് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പൊ നമുക്ക് റേറ്റും കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് പ്രൈസും കണ്ടുപിടിക്കാം. പ്രൈസ് ക്വാണ്ടിറ്റി ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 2 ഇട്ട് കൊടുക്കുക, പ്രൈസ് എത്ര, ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യാം, ഹോമിൽ പോവുക, ഫോർമാറ്റ് ആസ് ടേബിൾ എടുക്കുക, ഏതെങ്കിലും ഒരു ടേബിൾ ഫോർമാറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഇത് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഈ ആരോ വരാൻ ശ്രദ്ധിക്കണേ, ഈ ആരോയിൽ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, ഓരോ ഡാറ്റയും നമുക്ക് ഇവിടുന്ന് M002 ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള നമുക്ക് ഇനി അടുത്ത സെർച്ച് ചെയ്തിട്ട് കൊടുക്കുക, K001. ഈ ഓർഡർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ P001 ആണെങ്കിൽ അത് കൊടുക്കാം. ഇഷ്ടമുള്ള ഡാറ്റ സെർച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. K002 കൂടെ അല്ലേ ബാക്കിയുള്ളൂ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. താങ്ക് യു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്.